ഗേസ് ഇതാണ് ഇല്ലിക്കൽ കോട്. ഈ സ്ഥലത്ത് ഞങ്ങൾ ടൂർ വന്നേക്കണേ. അമ്മയുടെ കുടുംബശ്രീയിൽ നിന്ന് ടൂറ് പോയേക്കണേന്. അപ്പം ഞങ്ങൾ ഇല്ലിക്കൽ കോടിൽ മാത്രമല്ല വന്ന, വേറെ കുറേ സ്ഥലത്ത് വരും. ഇപ്പോൾ ഇത് ഞങ്ങൾ ഇല്ലിക്കോട് വന്നിട്ട് മഹാഗണിത്തോട്ടം കാണാൻ പോണേട്ടാ. ഇതേ ആ പോണ വഴിയിൽ ഇത് ഇവിടെ ഒരു ചെയറൊക്കെ ഉണ്ട്, ഇരിക്കാൻ പറ്റിയ ചെയറൊക്കെ ഉണ്ട് ഇവിടെ. കണ്ട ഇത് അവിടെ ചെല്ലുമ്പോൾ ഒരു കുട കണ്ട, ആ കുട എന്തോ ഒരു സ്റ്റോറല്ല, അയ്യോ എന്തോ ഒരു ഇതാണ്. അത് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നോക്കാം. ഇത് നമ്മൾ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വഴി കൂടെ പോണ, നമുക്ക് നേരെ പോവാം. പിന്നെ അത് ഇവിടെ കാടാണ്. ഈ കാട്ടിൽ ആനയും പുലിയുണ്ട്. നേരിയതായിട്ട് പേടിയൊക്കെ ഉണ്ട് കേട്ടോ, അതാരോടും പറയല്ലേ. ഈ കുട വെറുതെ ആർക്കും ഇരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്, ആരും ഇല്ല ഇവിടെ. ഇത് ഇങ്ങോട്ട് വേറെ ഒരു വഴിയുണ്ട്. ദേ അമ്മേ, ഞാൻ ക്ഷമിച്ചി എലിഫൻറ്റ്. ഇത് ഇവിടെ ആനയുടെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ആനയുണ്ടെന്നും പറഞ്ഞ്. നമുക്ക് നേരെ തന്നെ നടക്കാം വേണ്ടല്ലേ. ഇവിടേക്ക് മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കണേനെ. ഇതെൻ്റെ ഫ്രണ്ടാണ്, സെഹിന്നാണ് പേര്. ഇവനെന്തോ കിടന്ന് പറയണുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഞങ്ങൾ ടൂർ വന്ന പോലെ വേറെ കുറേ ആൾക്കാർ ഇവിടെ ടൂർ വന്നിട്ടത്, അവരൊക്കെ ഫ്രണ്ടല്ലേ. ഞങ്ങളുടെ ബാക്കി ആൾക്കാർ പുറകിലൊക്കെ ഉണ്ട്. നേരെ നടക്കാം. അവിടെ എത്തുമ്പോൾ കുറേ മണിക്കൂർ എടുക്കും കേട്ടോ. ആ ഇവിടെ എല്ലാവരും പറയണ അവിടെ എത്തുമ്പോൾ കുറേ മണിക്കൂർ എടുക്കുന്നു. ഇവിടെയൊക്കെ ഇവിടെ ആനയുണ്ടെന്നും പറഞ്ഞാൽ ഇവിടെ ഒരു പോസ്റ്റർ ഞാൻ നേരത്തെ കാട്ടിച്ചില്ലേ. ചിലപ്പോൾ ഇപ്പം എങ്ങനെ ആനോടി വന്നാലേ നമ്മെല്ലാവരും കഥ അത്രയേ ഉള്ളൂ. കണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മ ഇങ്ങോട്ട് മഹാഗണി തോട്ടത്തിലോട്ടുള്ള വഴി കൂടെ പോണേണ്. ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട് നന്നായിട്ട്. എൻ്റെ ഫ്രണ്ടിൽ നടക്കണ സെഹിനാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുകാരൻ. ഇപ്പം അവൻ്റെ പേര് പറയുമ്പോൾ അവൻ സൈഡിൽ നിന്ന് മിണ്ടാണ്ടിരി എന്നൊക്കെ പറയണ്ടേ. ഒരാളും കൂടെ പറയണ്ട. ഇതേ കണ്ട ചാടി ചാടി പോണ സെഹിൻ. എടാ വാതിലടക്കലേടാ. മഹാഗണി തോട്ടിലോട്ട് പോണേ. ഇവിടെയൊക്കെ കാടാണ് കേട്ടോ. ഇവിടെ വേറെ ഒരു ചെയറും കൂടെ ഉണ്ട് ഇരിക്കാൻ പറ്റിയ. ഇവിടെ വേറെ എന്തോ പോസ്റ്ററും കൂടെ ഉണ്ട്, പ്ലാസ്റ്റിക് കാടാടി. ഇവിടെ ആനയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോസ്റ്റർ വെച്ചാൽ കണ്ടില്ലേ, ആന വരും. ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ, ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് രാത്രി. ഇത് മഴ നേരിയതായിട്ട് പൊടിയണുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നേരെ പോവാം. കല്ലി ചവിട്ടി പോവാം. നമ്മത് ഇനിയും കുറച്ച് പോകാനുണ്ട്. ഈ വഴി വേണമെങ്കിൽ നമുക്ക് ആനനെ കാണാൻ പോവാം കാട്ടിൽ. പക്ഷെ ആന നമ്മളെ കൊല്ലുന്നേ ഉള്ളു. കണ്ടോ, ഇപ്പുറത്തും ഉണ്ട് ഒരു വഴി. ഈ വഴി നമുക്ക് വേണമെങ്കിൽ പോവാം. അപ്പം ആന നമ്മളെ കൊല്ലും, അത്രേ ഉള്ളു കാര്യം. നമുക്ക് നേരെ പോവാം. ഇവിടെ നിന്ന് വേറെ സ്ഥലം കഴിക്കണ ഈ സെഹിം പറയണ്ടാ ജയിക്കണം സെഹിം. ആ മഴ പെയ്യണ്ട് ഇപ്പൊ മഴ പെയ്യണ്ട്. ഇത് നമ്മ മഴയിലായിട്ട് കൊടയെ കയറണേനെ, അപ്പം നമ്മുടെ ഒപ്പം ടൂർ വന്ന കുറേ ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ മഴ പെയ്യണ്ടായി. ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട അത് കാരണം ഇപ്പം നമുക്ക് മഹാഗണിത്തോട്ടിലോട്ട് കോട്ടിട്ട് നടന്ന് പോണേനെ. ഇതിൽ കൂടെ പോണ മിക്കവരും കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മിക്ക ആൾക്കാരും. സെക്യൂരിറ്റി കോടയും പിടിച്ച് നിൽപ്പുണ്ട്. എൻ്റെ കല്ലിത്തിരി അഴുക്കൊക്കെ അയച്ച് നമ്മൾ ഷോർട്ട് കട്ടി പോണേനെ. പോകാൻ പറ്റില്ല. ഈ വഴി ആനുണ്ട് നിറഞ്ഞൂടാ.
നമുക്ക് നോക്കാം. അതെ ഈ സ്ഥലം കണ്ട, ഈ സ്ഥലത്താണ് നമ്മുടെ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തെന്നാണ് ഇവിടെ എല്ലാവരും പറയണ. ഇതേ ഇതുപോലത്തെ സ്ഥലത്തേക്കാണ് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പുലിമുരുകൻ്റെ ഷൂട്ടിങ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. നേരെ പോണേന് ഇനിയും കുറേ നടക്കാനുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ ടൂർ ട്രിപ്പ് വ്ലോഗ് കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ എൻ്റെ ചാനലിൽ. ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്. ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഇതാണ് ഈ സ്ഥലം. എനിക്ക് തോന്നുന്നു ഇവിടെ ആന വല്ലൊന്ന് എല്ലാവർക്കും ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. ഒരു പുരുവിനെ കാറ്റര വേണമെങ്കിൽ ആ മരത്തുമ്പോൾ ഒരു പുരു ഇരിപ്പുണ്ട്. ഇതേ ഉണ്ടോ? ഇപ്പം നമ്മൾ നേരെ പോവാം. അപ്പോൾ അതേ നമ്മൾ ചെറിയ ഇറങ്ങാണ്ട് ഇങ്ങാട്ടും വഴിയുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങാട്ടാണ് പക്ഷെ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ഇറക്കണം. അവിടെ എനിക്ക് തോന്നുന്നു അവിടെയാണ് മഹാഗണി തോട്ടം എന്ന് ബ്ലോഗാണ്. ആ ഇറക്കിറങ്ങി എൻ്റെ അമ്മ ഇങ്ങാട്ട് കൊണ്ട് അമ്മ നമുക്ക് ഈ വഴി പോവാം. ഈ വഴി പോണേന് ഇവിടെ ഒരു കല്ലുണ്ട്. കല്ല് വെച്ച് എന്തോ ഒരു മതിൽ കൂട്ടുണ്ടാക്കിയേട്ടല്ലേ പാമ്പേന പിടിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട്. അവിടെ വെള്ളം ഉണ്ടട്ടാ. പുഴയാണോ ആ മനസ്സിലാവില്ല. നമുക്ക് ഇത്തിരി അങ്ങോട്ട് അതാണ് കേട്ടോ സ്ഥലം. സൂം ചെയ്ത് തരത്തില്ല. കണ്ട അതാണ് സ്ഥലം. മഹാഗണി അല്ല, അത് മഹാഗണിയാണോ തന്നെ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നേരെ പോവാം. ഈ അമ്മയൊക്കെ വന്നുണ്ട് പുറകെ. നമുക്ക് വേഗം പോവാ. ആ അപ്പൊ അവിടെ വെള്ളമുണ്ട്. നേരെ നേരെ പാറ കൂട്ടത്തേക്ക് ഉണ്ടാ. അതട്ടല്ല. അവിടെ ഒരു തടാകമുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അമ്മ എനിക്ക് വേണ്ടിയാന്ന് നമുക്ക് ഇങ്ങോട്ട് ഞാൻ കാട്ടിത്തരാം. ഒരു കുളമുണ്ട്. അവിടെ കുറേ പേര് നിൽപ്പുണ്ട്. അമ്മ കോട്ട് മാറ്റാം. കണ്ടോ ഒരു കുളമാണ്. അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. നമുക്കും അങ്ങോട്ട് പോവാം. നമ്മളും അങ്ങോട്ട് പോകാം. അവിടെ ഇരിക്കാനൊരു ചെയറൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പോവാം. നേരെ പോകുമ്പോൾ ആ കുളത്തിൻ്റെ നടുക്ക് കുറച്ച് പാറ പോലെ എന്തോ പൊങ്ങിയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ആരും ഇല്ല കേട്ടോ. ഒട്ടും ആരും കാണാനില്ല ഇവിടെ. അപ്പോൾ നമ്മുടെ സിഹിൻ പാൻ്റൊക്കെ കെട്ടിച്ച് വെള്ളത്തിലിറങ്ങാൻ പോണ മട്ടിലാണ് എനിക്കണം. ഇതാണ് കേട്ടോ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ണിക്കട്ടൻ. ഇവന് ഭയങ്കര ശരിയാ വായിൽ വെള്ളം വെച്ച് സംസാരിക്കണേനെ. ഈ കുളം എത്തിയിട്ടുണ്ട്. കുറേ പേര് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് മഹാഗണി തോട്ടത്തിലോട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ അടുത്ത വീഡിയോ ഇടാം കേട്ടോ. ശരി എന്നാ ടാറ്റാ.